കാക്കശ്ശേരീസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നൊരു ബ്രഞ്ചിനാണ്. ബ്രഞ്ച് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്. എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോഹയിലെ ഷെറട്ടൺ ഹോട്ടലിൽ വെച്ചിട്ടാണ്. ഒരു വൺ സെറ്റപ്പാണ് ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ മുതൽ ജാപ്പനീസ് സൂഷി വരെയും പല ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയുള്ളതെന്ന് കണ്ടു നോക്കാം. അവർ ജസ്റ്റ് ടേബിളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളൊന്ന് ഇൻട്രോ സംസാരിക്കുന്നു. ബ്രഞ്ചിൻ്റെ ഹൈലൈറ്റ്സ് കണ്ടു നോക്കാം. സ്റ്റാർട്ട് ചെയ്തു. സീ ഫുഡിൽ തുടങ്ങാൻ ഗ്രില്ലുണ്ടായിരുന്നു. ഞാൻ സാലഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് എല്ലാവരും എത്തും. ഞാനൊരു ഫുൾ റൗണ്ട് അടിച്ചു വന്നു. സത്യം പറഞ്ഞാൽ ഏതെടുക്കുന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ വന്നിരിക്കുക. ജെഫ് കുറച്ച് സീ ഫുഡ് സാലഡൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പോൾ എവിടെ നിന്ന് തുടങ്ങും ജെഫേ? അവിടെ ഉണ്ട് മിസ്ലൂബിനൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാനുണ്ട്. ഇതൊക്കെ ശരീരത്തിൽ ജെഫ്. ഇതാണ് നീരാളി ഒക്ടോപസ്, ബേബി ഒക്ടോപസ്. മുന്നേ കഴിച്ചു നോക്കിയിട്ടായിരുന്നു ഞാൻ. അത് സംഭവം കൊള്ളായിരുന്ന സാധനമാണ്. തല മുറിച്ച് കളഞ്ഞിട്ടുണ്ടാവും. അത് കഴിച്ചോട്ടെ. ഞാൻ 8 കാലിക്ക് നീരാളിക്കുന്നുണ്ട്. 8 കാലിക്കല്ല 8 കാലുണ്ടാവും. എന്നെ നോക്കത്തില്ല. ഒന്നിപ്പോൾ കഴിച്ചു ഞാൻ. 2, 3 കുറേ കാലം ഉണ്ടെന്ന്. ചിലപ്പോൾ മുറിഞ്ഞു പോയെങ്കിൽ മുന്നേ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടാവും. ഇവിടുത്തെ ഡിസേർട്ട് സെക്ഷൻ കണ്ടപ്പോൾ എനിക്ക് ആദ്യം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടെംപ്റ്റേഷൻ ആയത്. ഒരു വെറൈറ്റീസ് ഓഫ് കേക്ക്സും പിന്നെ അറബിക് സ്വീറ്റ്സ് ഒക്കെ അല്ലേ, അതെല്ലാം ഉണ്ട്. പക്ഷെ ഡിസേർട്ടിന് എങ്ങനെ ആദ്യം തുടങ്ങാം. അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഞങ്ങളുടെ കൂടെ നിന്ന് സാമൺ ഡാനും വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് അവർ കൊണ്ടുവന്നിരുന്നെങ്കിലും തോന്നിപ്പോന്നു. കാരണം കുട്ടികൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെയുണ്ട്. പിന്നെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ ഫുഡെല്ലാം നല്ല ക്യൂട്ടായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് എന്തായാലും മടിയുള്ള, അതായത് ഈ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ അവർക്ക് കഴിക്കാൻ മടിയാണല്ലോ. അതൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാം ഉണ്ടെങ്കിൽ അത് നന്നായി എൻജോയ് ചെയ്തേനെ. വെറൈറ്റീസ് ഓഫ് ഗ്രില്ലിൻ്റെ സെക്ഷനാണത്. ബീഫ്, മട്ടൺ, ട്യൂണ, ഗ്രില്ല്, ഫിഷ് ഐറ്റംസ് ഒക്കെ ഫ്രഷ് ഫിഷൊക്കെ കൂടെ വെച്ചിട്ടുണ്ട്. ഷാപ്പി, ഷെറി, അതൊക്കെ നിറച്ച് ഫിഷുകൾ ഇരിപ്പുണ്ട്. ഞാനതിൽ ബീഫ് ഗ്രില്ല് പറയാൻ പോകും. ഫ്രഷ് കബാബുകളുണ്ട്. കാണുമ്പോൾ തന്നെ പുതിയവും. അങ്ങനെ മുറിച്ച് വെച്ചിട്ടുള്ള ബീഫ് കഷ്ണങ്ങൾ. എന്താ സന്തോഷം. അപ്പോൾ ഞാൻ ഓരോ കബാബിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഫ്രഷ് കബാബാണ്. ഓ, താങ്ക് യു. ജെഫ് ഓർഡർ ചെയ്ത ഗ്രിൽഡ് മീറ്റ് എത്തി. ഓക്കെ, അപ്പോൾ നല്ല മട്ടൺ ക്യൂബ്സുകളുണ്ട്, ചിക്കൻ
എന്താ പറയുക, ആലുവ കഷ്ണം പോലെ ഇരിക്കണം, ആലുവ കഷ്ണം പോലെ. ചിക്കൻ്റെ കബാബ്, ബീഫ് കബാബ്, അതിൻ്റെ ടേസ്റ്റ് അലുവ കഷ്ണം പോലെ ഉണ്ട്. ഞാൻ ഇത്രയും നല്ല ഒരു കബാബ് ഖത്തറിൽ കഴിച്ചിട്ടില്ല. ഷെറട്ടൻ്റെ കബാബിന് ഞാൻ ഗ്യാരണ്ടി. ഈ കാണുന്ന കോർണറിലാണ് ഇന്ത്യൻ സെക്ഷൻ. ഇപ്പോൾ ഇവിടെയുള്ളത് ദാൽ തഡ്ക്ക, പിന്നെ ആലു ഗോബി, പിന്നെ ഷ്രിംപ് മസാല, പിന്നെ ബിരിയാണി റൈസും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടേഴ്സ് കഴിച്ചപ്പോൾ തന്നെ വയറ് പകുതി ഫുള്ളായി. ഇനിയിപ്പോൾ മെയിൻ കോഴ്സിലേക്ക് ഒഫീഷ്യലി കിടക്കുകയാണ്. ആക്ച്വലി ബിരിയാണി റൈസ് മാത്രമേ ഉള്ളൂ, മറ്റേ മീറ്റും അങ്ങനത്തെ പീസസ് അല്ല. നമുക്ക് അവിടെ നിന്ന് എടുക്കാമല്ലോ അല്ലേ? സ്റ്റീക്ക് ഓർഡർ ചെയ്യുമ്പോൾ 3 ടൈപ്പ് ഉണ്ട് സാധാരണ ആൾക്കാർ പറയുന്നത്: റയർ, മീഡിയം, വെൽഡൺ. ഈ റയറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നടുക്കലത്തെ ഭാഗം ഇച്ചിരി കോൾഡായിട്ടും പിന്നെ ഔട്ടർ മീറ്റ് ഇച്ചിരി റെഡ് കളറായിരിക്കും. മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു പിങ്കിഷ് കളറായിരിക്കും ഉള്ളിലത്തെ മീറ്റ്. പിന്നെ വെൽഡൺ എന്ന് പറഞ്ഞാൽ ഫുൾ പോർഷനും അത്യാവശ്യം കുക്ക്ഡായിരിക്കും, ഒരു ബ്രൗണിഷ് കളറായിരിക്കും. ഇപ്പം ഞാൻ മീറ്റ് കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾ പറ എന്ത് ടൈപ്പ് മീറ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. അല്ല, പിങ്ക് സെൻറ്റർ ആയാലും എന്താണ്, മീഡിയം കുക്ക്ഡ്. ഉള്ളിലുണ്ടോ പിങ്ക് കളർ, അപ്പോൾ മീഡിയം കുക്ക്ഡാണ്. അതിനോട് കുറച്ച് സോസൊക്കെ ഒഴിച്ചടിച്ച് കഴിഞ്ഞാൽ ഒരു ബുഫേ മെയിലിന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഒരു റൗണ്ട് അടിക്കുക, എന്തൊക്കെ ഡിഷസ് അവൈലബിൾ ആണെന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് കഴിക്കണം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അത് കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാം കൂടെ ആദ്യം തന്നെ വലിച്ചു വാരിയിട്ട് ചിലപ്പം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ഞങ്ങൾ അറബിക് ട്രൈ ചെയ്തു, ഇന്ത്യൻ ട്രൈ ചെയ്തു, ഇറ്റാലിയൻ പാസ്ത ഉണ്ട്, പക്ഷെ ഇത് കഴിക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ടിപ്പോൾ ജെഫ് ഡിസേർട്ട് സെക്ഷനിലേക്ക് പോയി. ഞാനും പതുക്കെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കാവുന്നതാണ്. ഇന്ത്യൻ ഡിഷ് നല്ലതാണ്, ലിമിറ്റഡ് സെലക്ഷനാണ് ഉള്ളത്, പക്ഷെ എന്നാലും നല്ല വളരെ സ്പൈസി ആയിട്ടും ഫ്ലേവേഴ്സായിട്ടും ഉണ്ട്. ഞാൻ നേരത്തെ ലുബ്ന പറഞ്ഞ പോലെ മെയിൻ കോഴ്സിൻ്റെ പരിപാടി നിർത്തി. ഈ സൈഡിലേക്ക് ഞാൻ വെറുതെ എത്തിച്ച് നോക്കിയപ്പോൾ കണ്ണ് തള്ളിപ്പോയി. അപ്പോൾ ഞാൻ ഓരോ സെക്ഷനും ഓരോ സ്വീറ്റ് എടുത്തിട്ടുണ്ട്. ഉമ്മാലി വരെ എടുത്തിട്ടുണ്ട്. ഞാൻ മുന്നേ ഒരിക്കൽ നമ്മൾ ഷെറാട്ടൺ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇവിടുത്തെ ഉമ്മാലിയാണ് ബെസ്റ്റ് ഉമ്മാലി. അതും എടുത്തിട്ടുണ്ട്, അത് കണ്ടു നോക്കും. തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു ബൊഫേയിലെ സാധനം എടുക്കുമ്പോൾ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് എടുക്കണം. ഒരാളിരിക്കണ കണ്ടില്ലേ, കഴിക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും വയറ് കടടത്ത് വരായിരുന്നു. പക്ഷെ സാധനം നല്ല സൂപ്പർ ടേസ്റ്റാണ്. കഴിക്കാൻ ചേച്ചി ട്രൈ ചെയ്യാൻ പറ്റൂലേ? നമുക്ക് വണ്ടി വിട്ടിട്ട് ടാക്സി പോലെ ഉബ്രുളി. തൊട്ട് ബാക്കിൽ കാണുന്നതാണ് ഡിസേർട്ട് സെക്ഷൻ. ജെഫ് പറഞ്ഞ പോലെ ഇവിടെ വന്ന ഫുൾ കൺഫ്യൂഷനാണ്. പക്ഷെ ഞങ്ങളുടെ ഫേവറേറ്റ് ഇവിടെ എന്തായാലും ഉമ്മാലിയാണ്. പിന്നെ അതാ ഇവിടെ ഈ പച്ച കളറിലിരിക്കുന്നുണ്ട് ഒരു കുട്ടി കേക്ക്, അവനും അടിപൊളിയാണ്. എന്താ പേര് അതിൻ്റെ? പിസ്റ്റാച്ചിയോ മൂസ് കേക്ക്, പിസ്റ്റാച്ചിയോ മൂസ കേക്ക്. അപ്പോൾ കഴിച്ച് ക്ഷീണിച്ച ദ കാക്കശ്ശേരീസ്. അൽ ഹുബാറ റെസ്റ്റോറൻറ്റിലാണ് ഈ ബ്രഞ്ച് ഉള്ളത്. ഈ ബ്രഞ്ച് ഒരാൾക്ക് റേറ്റ് 320 റിയാലാണ്. അത് ഇൻക്ലൂസീവ് ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്സും വെള്ളം അതെല്ലാം ഇൻക്ലൂസീവായിട്ടാണ്. ഞങ്ങൾ ഈ ബ്രഞ്ചിന് ഒരു ഗസ്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ബ്രഞ്ചിന് വരെയല്ലേ, അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ആക്ച്വലി ഷെറട്ടണിലെ ഫുഡും ഇവിടുത്തെ എന്താ പറയുക ഹോട്ടൽ റൂംസും എല്ലാം ഖത്തറിൽ പോപ്പുലറാണ്. കാരണം ഖത്തറിലെ ആദ്യത്തെ ഹോട്ടലാണ് ഷെറട്ടൺ. പിന്നെ ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റ്സും അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇൻവിറ്റേഷൻ കിട്ടിയ കാരണം ഞങ്ങൾ പറയുന്നതല്ല, ഇതിന് മുന്നേ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ സർവീസ് എല്ലാം. എനിക്കധികം സംസാരിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ ഫുഡ് അടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും ദ കാക്കശ്ശേരീസ് തന്നെയാണ്. അപ്പോൾ വീണ്ടും ഒരു ബ്ലോഗിൽ കാണുന്നതായിരിക്കും. മിസ്സസ് ലുബ്ന, ജെഫിൻ, ബൈ. ഡാൻസാമും ക്യാമറയ്ക്ക് പുറകിൽ.